കാര്യം? എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അന്നമ്മ മേഡം പറഞ്ഞ നേരെ സതിച്ചേച്ചിയുടെ ഭരണത്തെ കുറിച്ച് ഇപ്പൊ നഗറിൽ അത്ര നല്ല അഭിപ്രായമില്ല. പിന്നെ ചുണയുള്ളവൻ അത് മുഖത്ത് നോക്കി ഒന്ന് പറയട്ട്. സതിച്ചേച്ചിയുടെ ഭരണം മോശമാണെന്നൊന്ന് പറയട്ട്. പിന്നെ അവന്റെ വായി പല്ല് കാണത്തില്ല, പല്ല് അറിയാവോ? കിടന്ന് ചാടാടാ. ഒരു കാര്യം പറയുമ്പോ അത് സംയമനം എന്ത് സംയമനം എന്നല്ലേ ഉദ്ദേശിച്ചത്? ആ അത് തന്നെ, അതോടെ കേക്കണം. സതി മേഡത്തിന്റെ ഭരണം രക്ഷിച്ചെടുക്കാൻ എന്ത് ചെയ്യണം മേഡം, അത് പറ. പറയാം. നമുക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണം. ഒരു രാഷ്ട്രീയ ടെക്നിക് ഉണ്ട്. ഭരണത്തിന് അഭിപ്രായം ഇല്ലെങ്കിലേ മറ്റൊരു ഇഷ്യൂ എടുത്തിടണം. ജനങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാക്കുന്ന വിഷയം. അല്ല, ഇവിടെ കോളനിയിൽ ഏതെങ്കിലും പ്രണയ ജോഡികളുണ്ടോ? അതെന്തിനാ? അവരെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കാൻ നമ്മൾ ആൾക്കാരെ ഏർപ്പാട് ചെയ്യണം. നഗറിന്റെ ശ്രദ്ധ മുഴുവൻ അതിലാവും. പിന്നെ ഭരിക്കാൻ വളരെ എളുപ്പാ. അത് ശരിയാണ്. ഇക്കിളി വാർത്തകൾക്കാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ന്യൂസ് ഉടൻ കണ്ടുപിടിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. 26, 27 ശകുന്തള, രാഷ്ട്രീയത്തില് ഒരു വലിയ പാഠമുണ്ട്. എന്തേട്ടാ? ശാശ്വതമായ ശത്രുത രാഷ്ട്രീയത്തിലില്ല. എന്ന് വെച്ചാൽ ആരോടും സ്ഥിരമായ ഒരു ശത്രുതയ്ക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. ഇപ്പൊ തന്നെ സതിച്ചേച്ചി ലീലാവ് ചേച്ചി തമ്മിൽ ശത്രുതയിലല്ലേ? പക്ഷെ നമുക്ക് ആ ശത്രുത വരാൻ പാടില്ല. മനസ്സിലായില്ല. ലീലാവതി ചേച്ചിയായിട്ട് നമ്മൾ സൗഹൃദത്തിൽ വേണം കഴിയാൻ. അതെ, നാളെ സമയത്തെ ലീലാവതി ചേച്ചി പ്രസിഡന്റ് ആയല്ലേ, അന്ന് നമുക്കൊരു ഹെൽപ്പ് വേണം. അതാണ്. അതിന് നമ്മൾ ഇപ്പോഴേ കരികൾ നീക്കണം, ഇഷ്ടം കൂടണം. ഇതുവരെ വിരോധം കാണിച്ചിട്ട് ഇപ്പൊ ചെന്നങ്ങ് ഇഷ്ടമാവാന്ന് വെച്ചാ അത് ലീലാവതി ചേച്ചിക്ക് ഇഷ്ടമാവോന്നാണ്? ആവും, ഇഷ്ടമാവും. എടി നോക്ക്, ഗവൺമെന്റ് തന്നെ 5 കൊല്ലം പൂർത്തിയാകാറാവുമ്പോ ചില ഘടകകക്ഷികൾക്ക് മനസ്സിലാവും ഇനി ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഭരണം കിട്ടത്തില്ല എന്ന്. അപ്പൊ അവരെന്തെന്നറിയാവോ? പ്രതിപക്ഷത്തുള്ള വലിയൊരു പാർട്ടിയുമായി സ്നേഹം കൂടും, അവര് തമ്മിൽ ഐക്യമാവും. അതുപോലെ നമുക്കും സ്നേഹമാവണം. എനിക്കൊരു ചമ്മല്. എടി, രാഷ്ട്രീയത്തിൽ ചമ്മല്, നാണക്കേട് ഇതിനൊന്നും പ്രസക്തിയില്ല. ചമ്മാതെ കയറി പോ. എന്നാ ഒരു കാര്യം ചെയ്, ചേട്ടൻ ആദ്യം പോ. ചെല്ലേ. എന്ത് വേണം? അല്ല, ഇവക്കൊരാഗ്രഹം ചേച്ചിയെടുത്ത് വല്ലതൊക്കെ സംസാരിച്ചോണ്ടിരിക്കണമെന്ന്. സത്യം പറയാ, ചേച്ചിയോട് സംസാരിച്ചിരിക്കുമ്പം സമയം പോന്ന അറിയേയില്ല. അത് പിന്നെ അങ്ങനല്ലേ, കാര്യവിവരം ഉള്ളവർക്ക് സംസാരിക്കുമ്പോ നമ്മുടെ അറിവ് വർദ്ധിക്കും. മുല്ല പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ. വേണ്ട, മുഖസ്തുതി പറഞ്ഞെന്നെ സൂപ്പിക്കണ്ട. എനിക്കറിയാം, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി അവള് പറഞ്ഞതല്ലേ. പിന്നെ സതിച്ചേച്ചി പറയുമ്പോലൊക്കെ കേൾക്കാനേ ഞങ്ങൾ എന്താ സതിച്ചേച്ചിയുടെ ജോലിക്കാരാണോ? അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ട്. അതെ, ഞാനൊരു രഹസ്യം പറയട്ടെ. എന്താ? ഞങ്ങള് കാല് മാറാൻ പോവാ. എന്നുവെച്ചാ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില സമയത്ത് ചില രാഷ്ട്രീയക്കാര് പാർട്ടിയുടെ വൈകല്യങ്ങൾ തിരിച്ചറിയും. ഇനിയും ആ പാർട്ടിയിൽ തുടർന്നാൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണെന്ന് അവർ തിരിച്ചറിയും. അപ്പൊ എന്ത് ചെയ്യും? യഥാർത്ഥ പാർട്ടിയിലേക്ക് തിരിച്ചു ചെല്ലും, രാജ്യ പുരോഗതിക്കായുള്ള പാർട്ടിയില്. ആളുകൾ ഇതിനെ കാലുമാറ്റം എന്നാ പറയുന്നത്. കാലുമാറ്റം, ഇത് തലമാറ്റമാണ്. തലമാറ്റം, തല ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് മാറുന്നു. ഒരിടത്ത് നമ്മൾ നൽകിയിരുന്ന ബുദ്ധിയും ശക്തിയും തലച്ചോറും മറ്റൊരു പാർട്ടിക്ക് നൽകുന്നു. ഇതിനെ തലമാറ്റം എന്നാണ് വിളിക്കുന്നത്. തലമാറ്റം ഒന്നും ഞങ്ങളുവേ തലമാറിയിരിക്കുക. സതി ചേച്ചിക്ക് ഇതുവരെ നൽകിയിരുന്ന ബുദ്ധി ഇനി മുതൽ ലീലാവതി ചേച്ചിക്ക് നൽകുന്നു. അതിന് സൂചകമായിട്ടിതാ ഞങ്ങൾ കൈകൊണ്ട് വെച്ച ആഹാരം. അടച്ചുകൊടു. അകത്തോട്ടിരിക്കാം. അകത്തോട്ടിരിക്കാം. ഓടിയാ. ഓടിക്കച്ചേട്ടാ, ആ ഡ്രൈവർ പോസ്റ്റ് താൽക്കാലികമായിട്ട് നിയമിക്കാം, തന്നെ നിയമിക്കാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും തടയണം. അതായത് ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇങ്ങോട്ട് സ്നേഹപൂർവ്വം എന്തെങ്കിലും തന്ന അങ്ങോട്ട് സ്നേഹിക്കാം. എന്നാലും ഇത് വലിയ കഷ്ടമാണ് ഓടിക്കച്ചേട്ടാ. സത്യം പറയാലോ, ഈ കൈക്കൂലിയൊക്കെ പാവമാണെന്ന് കരുതിയവനാ ഞാൻ. ഇപ്പൊ കൈക്കൂലി വാങ്ങിച്ചു തുടങ്ങിയതിന് ശേഷം സ്വന്തം കുടുംബക്കാർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും കൈക്കൂലി വാങ്ങിച്ചു കളയും ഞാൻ. അതുകൊണ്ട് കാശുണ്ടോ, സ്നേഹമുണ്ട് കേട്ടാ.
അയാൾ അവന് കൈ നനയാതെ മീൻ പിടിക്കണമെന്ന്. അയ്യേ അതിനൊന്നും മറ്റേ ഗ്ലൗസ് ഇട്ടാ പോരെ, കൈ നനയത്തില്ലല്ലോ. എവിടെ പോയി ഇറങ്ങിയത്? ഞാൻ അത്യാവശ്യമായിട്ട് ചുമ്മാ നടക്കാൻ ഇറങ്ങിയത്. എടേ അവന് കൈക്കൂലി ഇല്ലാതെ ജോലി വേണമെന്നാണ് പറഞ്ഞത്. ആ ദാ, പോടാ അവിടുന്ന്. എന്തിനാടാ നീ കൈക്കൂലിയില്ലാത്ത ജോലി? വെച്ചോണ്ട് വിളിക്കണേ കൈക്കൂലിയില്ലാതെ. ദാണ്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്ത് കണ്ടല്ലോ. അപ്പൊ ഇന്നൊരു ഷെയർ നമുക്കും കൂടെ തരണേ, മറക്കല്ലേ. വാ, വാ, ഇങ്ങനെയെല്ലാം നമുക്ക് ജീവിക്കണ്ടേ. എനിക്കൊരു നേതാവാവണം. എന്ത് സുഖമാണ് നേതാവിന്. ഇപ്പൊ സതിച്ചേച്ചിയുടെ കാര്യം എന്തുമാത്രം പേരെ കാണാൻ വരുന്നേ, എന്തുമാത്രം പേരെ ശുപാർശ നടത്തുന്നേ. ഒരു ദിവസം, ഒറ്റ ദിവസം എനിക്കൊരു നേതാവാവണം. മൂഷിക സ്ത്രീ പണ്ട് മോഹിച്ച പോലെയാണ് ശാരദ കുഞ്ഞിന്റെ ആഗ്രഹങ്ങള്. ഓരോന്ന് കാണുമ്പോ വിചാരിക്കും കാണാത്തതാണ് കേമം. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ അറിയാം അവിടുത്തെ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? എല്ലാം കാണുമ്പോ ഒന്ന് ചിരിക്കുക, എന്തെങ്കിലും രണ്ടു വാക്ക് പറയുക. പക്ഷേ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നതോ ആദരവും ബഹുമാനവും. അപ്പോ കുഞ്ഞു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാൻ പോവാണെന്നാണോ പറയുന്നത്? വേണം ചേച്ചി, ഇറങ്ങണം. എനിക്കും പ്രവർത്തിക്കണം. ഒറ്റ ദിവസം, ഒരൊറ്റ ദിവസം അധികാരം ഇങ്ങോട്ട് തരാൻ സതി ചേച്ചിയോട് പറയോ? പറയാം, സതി കുഞ്ഞിനോട് പറയാം. പക്ഷെ അധികാരം കിട്ടിയാ സൂര്യൻ അസ്തമിക്കുന്നത് വരെയെങ്കിലും കൈ വെച്ചേക്കണം, പകുതിയിൽ വെച്ചേച്ചു പോവരുത്. ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്, 100 വട്ടം ഉറപ്പ്. എങ്കിൽ കുഞ്ഞ് റെഡി ആയിക്കോ. ഒരു ദിവസത്തെ രാജ്യഭരണത്തിന് വേണ്ടി തയ്യാറായിക്കോ. സതി കുഞ്ഞിനോട് പറഞ്ഞ് അധികാരം ഞാൻ കുഞ്ഞിന് തരിയിക്കാം. എങ്കിൽ ഭരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആർട്ടിസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഓക്കെയാണ്. പ്രോഗ്രാം ഫിക്സ് ചെയ്ത് അടുത്ത ആഴ്ച നോട്ടീസ് അടിക്കാം. അതിവിടുത്തെ ന്യായം. മറ്റു പരിപാടികൾ ഒന്നുമില്ലെങ്കിലും സാരമില്ല, ആർട്ടിസ്റ്റ് വേണം. വാർഷികത്തിന് നല്ലൊരു ആർട്ടിസ്റ്റ് വേണം. അതെ, വാർഷികമായിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. അയ്യോ, ഒരു കുറവും കൂടാതെ വാർഷികം കാണണം. ദേ, ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ ദേ പ്രഭാരേട്ട, ഞാൻ ഇവിടുന്ന് വരത്തില്ല. അടുത്ത വർഷത്തെ വാർഷികം കണ്ട് സന്തോഷിച്ചിട്ട് പോകുന്നുള്ളൂ. ഇത് ശ്രദ്ധിക്കൂ, മിസ്റ്റർ സുദർശനും മിസ്റ്റർ മധുവും ഏത് മാർഗം ഉപയോഗിച്ച് ഒരു താരത്തിനെ നമുക്ക് വേണ്ടി കൊണ്ടുവരും. ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. പക്ഷെ ആർട്ടിസ്റ്റിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ചെലവ് അല്പം കൂടും. അല്ല, ചെലവ് ചെലവ് സഹിച്ചു ഒരു പ്രശ്നമേ അല്ല. ഒരു താരത്തെ വേണം. ആ എങ്കിൽ ഞങ്ങൾ മൊത്തം ബഡ്ജറ്റ് വെച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അതെ, അതിൽ വരുന്ന ടോട്ടൽ വ്യത്യാസം ഞങ്ങൾക്ക് കിട്ടണം. സമ്മതിച്ചു സാർ, സമ്മതിച്ചു. ലത ചേച്ചി, വാർഷികത്തിന് ഏത് സിനിമാ താരായിരിക്കും വരാൻ പോകുന്നത്? രഹസ്യമൊക്കെ ചോർത്തി കൊടുക്കാൻ വേണ്ടിയല്ലേ ചോദിക്കണത്? സത്യമായിട്ടും അല്ല ചേച്ചി, ആരാ വരാൻ പോകുന്നത്? ആരോടും പറയല്ലേ? ശോ, ഇല്ല ചേച്ചി, സത്യമായിട്ടും പറയില്ല. ബച്ചൻ. ആര്? നമ്മുടെ ബച്ചനില്ലേ, അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനാ? ആ, അമിതാഭ് ബച്ചൻ. മറ്റേ പതി, ഭൂപതി. ഭൂപതി അല്ല, ഗോർപതി. ആ, ഒരു പതി എന്നല്ല, ആ പതിയാണ് വാർഷികത്തിന് കൊണ്ടുവരാൻ പോണത്. അമിതാഭ് ബച്ചനെ. അല്ല, അമിതാഭ് ബച്ചനെ സതി ചേച്ചി വിളിച്ച അമിതാഭ് ബച്ചൻ വരുവോ? അതൊക്കെ ശാരദ നോക്കിക്കോ. ചിലപ്പോ അമിതാഭ് ബച്ചൻ മാത്രമേ ആയിരിക്കില്ല, മോനുണ്ടല്ലോ അഭിഷേക്. അഭിഷേക് ബച്ചനാ? ആ കൊച്ചു ബച്ചൻ, മരുമോള ഐശു. ഐശ്വര്യ? ഞാനേ ചെല്ലപ്പേരട്ടെ വിളിക്കൂ. സ്വാതന്ത്ര്യമുള്ള ഒരു ഇനിഷ്യൽ ചേർത്ത് ആരും പേര് പറയാറില്ലല്ലോ. ഐശു. അങ്ങനെ വീടടച്ചായിരിക്കും അവര് വരണത്. എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ശാരദ വിശ്വസിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഏതായാലും ഇനി അധിക ദിവസം ഇല്ലല്ല. ശാരദ കണ്ടോ, വെച്ചനും കൊച്ചനും കൊച്ചുമക്കളും ഒക്കെ വരുന്നോ ഇല്ലെന്ന് ശാരദ കണ്ടോ? ഇവിടുത്തെ കാര്യം പറ്റില്ല. എന്താ പറ്റാതെ? പാദയാത്രയ്ക്ക് പ്രസിഡന്റിനെ വിളിച്ചു കൊടുത്താൽ പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ പ്രസിഡന്റ് നിങ്ങൾ അങ്ങോട്ട് മാറുക. എനിക്കിപ്പോ തന്നെ പ്രസിഡന്റിനെ കണ്ടാ പറ്റും. പിന്നെ ഞങ്ങളുടെയൊക്കെ വോട്ട് തന്നെ ജയിച്ചത് അറിയാവോ? പിന്നെ എനിക്കിപ്പൊ കാണുന്ന പ്രസിഡന്റിനെ താൻ എന്ത് പറഞ്ഞാലും ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. പിന്നെ അന്നൊന്ന് കാണണം. പ്രസിഡന്റിനെ കാണാൻ സമ്മതിക്കുന്നില്ലെന്നേ. പിന്നെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് വോട്ടർമാരോട് നീതി കാണിക്കുന്നില്ലെന്നോ? ഇത് നമ്മൾ ഇഷ്യൂ ആക്കും. ആക്കിക്കോ, എന്ത് ഇഷ്യൂ ആക്കിയാലും ശരി, പ്രസിഡന്റിനെ ഇപ്പൊ കാണാൻ നോക്കട്ടെ, കാണാൻ നീ ഇപ്പൊ പോ, ഞാൻ പറഞ്ഞ കേക്ക്. നാളെ നമുക്ക് ഇതിനെതിരെ ഒരു പ്രകടനം നടത്താം. പ്രസിഡന്റിന്റെ ഉദാസീനതയ്ക്കെതിരെ നാടളക്കണം. നീ ഇപ്പൊ പോ. അണ്ണൻ പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ പോകുന്നു. അല്ലെങ്കിൽ അത് ശരി, നീ എന്റെ അടുത്ത് അല്ല തിരിപ്പോ ഞാൻ അവൻ വല്ലതും പറഞ്ഞെന്ന് എന്നെ എന്തിനു പുറത്താക്കണം? ഇയാളിത് എങ്ങോട്ട് പോന്നു? പാതിരാത്രിക്ക് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്.
ഓ ഇനി ഇത് പൂട്ടിയിട്ട് തന്നെ കാര്യം. ഒരു വലിയ പൂട്ട് വാങ്ങിച്ചു തരാൻ പറയണം. പോയോ അവന്മാര്? എന്നാ ശരിക്കും അറിയാൻ മേലാത്തോണ്ടാ. സമാധാനപ്പെട്ട സതി മോളെ, നമുക്ക് കൊണ്ടുവരാം. നല്ലൊരു സിനിമാ താരത്തെ നമുക്ക് കൊണ്ടുവരാം. ഓഹ്, എനിക്ക് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. വാർഷികത്തിന് ഒരു നല്ല താരത്തിനെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചേച്ചി, ഈ അമിതാഭ് ബച്ചൻ എവിടെയാ താമസം? എന്തോ അമിതാഭ് ബച്ചൻ? അങ്ങോട്ട് തിരിഞ്ഞ ഇടവഴിയില്ലേ, അതിന്റെ വലത്തോട് തിരിഞ്ഞാ മൂന്നാമത്തെ വീട്. അയ്യോ, അത് ജോസഫ് സാറിന്റെ വീടല്ലേ? മലയാളത്തിൽ ഇത് കൊള്ളാവുന്ന ആരെങ്കിലും കിട്ടുമോ നോക്ക്. അമിതാഭ് ബച്ചൻ, മമ്മൂട്ടിയെ അല്ല, വേണ്ട, അത് വേണ്ട. മോഹൻലാൽ വേണ്ട, അത് വേണ്ട, വേണ്ട. സുരേഷ് ഗോപി അയ്യോ, വേണ്ട വേണ്ട, അത് വേണ്ട. അല്ല, പൃഥ്വിരാജ് ഇല്ല 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 ഇല്ല. മോളെ, താരങ്ങളെന്ന് വെച്ചാൽ വലിയ തിരക്കുള്ളവരാ. നമുക്ക് ഏതെങ്കിലും സാഹിത്യകാരന്മാരെ വിളിക്കാം. ഗ്ലാമർ കുറഞ്ഞാലും ഗൗരവം വരും വാർഷികത്തിന്. ആർക്ക് വേണം ഗൗരവം? ഒന്നാമതേ വീട്ടിലും നാട്ടിലും എല്ലാവർക്കും ഗൗരവം. വാർഷികമെങ്കിലും ഉല്ലാസത്തിൽ പോണം. അമ്മവാ, വഴിയുണ്ട്. എന്ത് മോളെ? താരത്തിനെ കൊണ്ടുവരാൻ വഴിയുണ്ട്. വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ അധ്വാനം, ഇവയിലൂടെ കൂടുതൽ കാശുണ്ടാക്കാം. അതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. ഞങ്ങൾ ഇപ്പൊ എത്ര രൂപ മുടക്കണം? 5 പൈസ പോലും മുടക്കേണ്ടതില്ല. അതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. 5 പൈസ ചിലവാക്കാതെ ലക്ഷങ്ങൾ സമ്പാദിക്കാം. അതായത് കൈ തന്നെ അത് മീൻ പിടിക്കാം. Yes, that is the point. ഒന്ന് ക്ലിയർ ആയി പറഞ്ഞു തരുമോ? ക്ലിയർ ആക്കാം. നിങ്ങളൊരു വലിയ ചങ്ങലയുടെ കണ്ണിയാവുക. ദാ ഈ നഗറിൽ 500 വീടുണ്ടല്ലോ. അതിൽ 300 കുടുംബമെങ്കിലും ചേച്ചിയോട് സ്നേഹവും ഇഷ്ടമുള്ളവരായിരിക്കും. സംശയമുണ്ടാ? കുഞ്ഞുഞ്ഞമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ ഈ നഗറിൽ എല്ലാവർക്കും ജീവനാ. പോട്ടെ, 300 വേണ്ട, 100 പേര്. അല്ലെങ്കിൽ 100 വേണ്ട, 50. അല്ലെങ്കിൽ 50 വിടാം. 5 പേര്. ഈ 5 പേര് ചേച്ചിയോടൊപ്പം നിൽക്കുമല്ലോ ഏതാവശ്യത്തിനും. നേരത്തെ പറഞ്ഞത് ഇയാൾ കേട്ടില്ലേ? 5 അല്ല 500 കുടുംബം എന്നോടൊപ്പം കാണും. അതിലൊരു 5 പേര്, 5 പേര്, 5 പേരെ കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് ദാ ഓരോരുത്തരിൽ നിന്നും ഈ ഫോം പൂരിപ്പിച്ച് വാങ്ങുക. എന്നിട്ട് 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രേഷൻ ഫീസോ? രജിസ്ട്രേഷൻ ഫീസ്. അല്ലാതെ ഇതിൽ ചേരാനുള്ള രൂപയോ അങ്ങനെയൊന്നുമല്ല, വെറും രജിസ്ട്രേഷൻ ഫീസ് മാത്രം. അത് വാങ്ങിയിട്ട് അത് വാങ്ങി ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു ബ്ലോക്കിന്റെ ഹെഡ് ആകുന്നു. നിങ്ങളുടെ പിറകിൽ 4 പേർ. ഞങ്ങൾ നിങ്ങളെ പ്രസിഡന്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രസിഡന്റ്. ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പ്രസിഡന്റ് ആകുന്നു. പിന്നെ സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 പൊസിഷനുകളുണ്ട്. സത്യമാണോ? കുഞ്ഞുഞ്ഞ മാഡം പ്രസിഡന്റ് ആവോ? പറഞ്ഞില്ലേ, ആകും, പ്രസിഡന്റ് ആകും. എങ്കിലോക്കെ, സമ്മതിച്ചു. ഞാൻ കുറെ പേരെ മെമ്പേഴ്സ് ആക്കി തരാം.